5 ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സ് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 169, 144, 900, 125. 169, 144, 900, 125. 144, 900, 125. ഈ 4 നിന്ന് ഒറ്റയാനെ കണ്ടെത്തുക. എപ്പോഴും ഞാൻ പറയാം എന്താണ്, നമ്മുടെ ഒരു ശ്രദ്ധാപൂർവമായ നോട്ടം മതി. അപ്പൊ ഇതിന്റെ 3 ഒരേ പ്രത്യേകത കാണാം. 4-മത്തേതാണല്ലോ ഒറ്റയാൻ, അല്ലേ? 169 പ്രത്യേകത എന്താ? അത് 13 സ്ക്വയർ ആണ്. 13 ഗുണിക്കണം 13. 144 12 സ്ക്വയർ, 12 ഗുണിക്കണം 12. 900 30 സ്ക്വയർ, 30 ഗുണിക്കണം 30. 125 ഈ വർഗസംഖ്യകളിൽ പെടുന്നില്ല. ഇതാണ് ഒറ്റയാൻ. അടുത്ത ചോദ്യം, അനിൽ 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്ന ശേഷം വലത്തോട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. പിന്നീട് ഇടതുവശത്തേക്ക് 40 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണ് ഉള്ളത്? അനിലാണ് ആദ്യം അയാൾ എന്താ ചെയ്തത്? കിഴക്ക് ദിശയിലേക്ക് 40 മീറ്റർ നടന്നു. പിന്നീട് അത് വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ നടന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. പിന്നീട് അവിടെ നിന്ന് ഇടതുവശത്തേക്ക് 40 മീറ്റർ നടന്നു. നമുക്ക് അറിയേണ്ടത് ദൂരമല്ല, എന്താ, അയാൾ ഏത് ദിശയിലാണ് ഉള്ളത് പുറപ്പെട്ട സ്ഥലത്ത് നിന്ന്. എപ്പോഴും ഓർമ്മിക്കുക, ഇത്തരം ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയിൽ വരുന്നതാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു ഫിഗർ വരച്ച് നോക്കുക ഇതിൽ പറഞ്ഞത് പ്രകാരം. ഓക്കെ, അപ്പൊ അയാൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. കിഴക്കോട്ട് എന്ന് പറയുമ്പം അറിയാലോ അല്ലേ, നമ്മുടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വലതു ഭാഗത്തേക്ക് പോകണം. അപ്പോഴാണ് ഇടതു ഭാഗത്ത് പടിഞ്ഞാറാണ്, വലതു ഭാഗത്ത് കിഴക്കാണ്. അതെപ്പോഴും മനസ്സിൽ വേണം. മുകളിലേക്കോ അത് വടക്ക്, താഴേക്ക് തെക്ക്. അങ്ങനെയാണ് മാപ്പിന്റെ സിസ്റ്റം. അങ്ങനെയാണ്. അപ്പം കിഴക്ക് ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരിക. ഇതെത്രയാണ്? 40 മീറ്റർ. എന്നിട്ടോ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് എന്ന് പറയുമ്പം ഇങ്ങനെ തിരിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വലത്ത് താഴോട്ടേക്ക് വരും. എത്ര? 50 മീറ്റർ ആണ്. ഇവിടെ നിന്ന് 50 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് വന്നു. പിന്നീട് ഇടതുവശത്തേക്ക് തിരിഞ്ഞു. ഇടതുവശത്തേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ അങ്ങന്ന് ഇങ്ങോട്ട്, ഇങ്ങന്ന് അങ്ങോട്ടാണെങ്കിൽ ഇടതുവശം ഇങ്ങോട്ടേക്ക് വരും. അങ്ങന്ന് ഇങ്ങോട്ടേക്ക് ആകുമ്പോൾ നടന്നു വരുമ്പോൾ അതിന്റെ നമ്മുടെ വലതുവശമാണ്. അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോഴുള്ള ഇടതുവശം അതിങ്ങോട്ടേക്ക് വന്നു. 40 മീറ്റർ. അപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടു, ഇവിടെ എത്തി. ഇനി ഈ സ്ഥലം ഇവിടെ നിന്ന് ഏത് ദിശയിലാണ് എന്നാണ്. ഇപ്പൊ ഇത് കിഴക്കോട്ടേക്കാണ് പോയത്, അത് പറഞ്ഞല്ലോ. പിന്നെയോ താഴോട്ടേക്ക് വന്നു, അല്ലേ? താഴോട്ടേക്ക് വരുമ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, മുകളിലോട്ടേക്കാണെങ്കിൽ വടക്കും, താഴേക്കാണെങ്കിൽ തെക്കും. അപ്പൊ ഇത് ഇവിടെ നിന്ന് തെക്കാണ്, കിഴക്കാണ്. അപ്പോ തെക്ക് കിഴക്ക് എന്നതാണ് അതിന്റെ ദിശ. തെക്കോട്ടേക്ക് വന്നു, കിഴക്കോട്ടേക്കും പോയി. ഓക്കെ, അടുത്ത ചോദ്യം, ABDC EFHG അതിന്റെ പ്രൊപ്പോർഷൻ ആണ്. ഇവിടെ ഏതോ ഒന്ന് വിട്ടിട്ടുണ്ട്. MNPO. ഇപ്പൊ ഇവിടെ വിട്ട കാര്യമാണ് എഴുതേണ്ടത്. നോക്കൂ, ABDC EFHG. പിന്നീട് അതിന്റെ പ്രൊപ്പോർഷൻ സിമ്പിൾ ആണ്. ഇവിടെ ഒരു സംഖ്യ, ഒരു പദം, 4 അക്ഷരമുള്ള പദം വിട്ടു. MNPO. അപ്പൊ ഇവിടെ എന്താ വേണ്ടതെന്നുള്ളതാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താ? ABDC ശരിക്കും CD അല്ലേ? CD കഴിഞ്ഞാൽ എന്താ വരിക? ABCD കഴിഞ്ഞാൽ EFGH. അതില് D, ഇവിടെ വേണ്ട D ഇങ്ങോട്ടേക്ക് പോയി, ഇവിടെ വേണ്ട C ഇങ്ങോട്ടേക്ക് പോയി. അതുപോലെ ഇങ്ങോട്ടേക്ക് വേണ്ട H അങ്ങോട്ട് പോയി, G അങ്ങോട്ട് പോയി.
MNPO, MNOP അല്ലേ? ഓ ഇപ്പുറം വന്നാൽ OP ആയി. അതുപോലെ അതിന്റെ തൊട്ട് മുമ്പ് വരുന്നത് എന്താണ്? HG കഴിഞ്ഞാല് GH കഴിഞ്ഞു. H കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വരുന്നത് എന്താ? IJKL. അത് കഴിഞ്ഞാൽ MNOP. ഇങ്ങനെയാണ് വരിക അല്ലേ? പക്ഷെ IJ റെഡിയാണ്, അതിന്റെ ക്രമം IJ. പിന്നെ എന്താണ്? L ഇങ്ങോട്ടേക്ക് വരും, K അതിനുശേഷം വരും. IJLK ആണ് ഇതിന്റെ ഉത്തരം. ഈ അക്ഷരക്രമം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അടുത്ത ചോദ്യം 4, 2, 1, അര ഡാഷ്. ഇതൊരു പാറ്റേൺ ആണ്. 4, 2, 1, അര. 4, 2, 1, അര കഴിഞ്ഞാൽ ഡാഷ്. ഇതിന്റെ പകുതി, ഇതിന്റെ പകുതി, ഇതിന്റെ പകുതി, അപ്പൊ ഇതിന്റെ പകുതി. 1/2 പകുതി എത്രയാണ്? 1/4. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം A അധികം B ന്യൂനം C ഗുണനം ആയാൽ 20C 3A 6B 15ന്റെ വില എന്ത്? അപ്പൊ അധികം എന്നതിന് പകരം A, ന്യൂനം അഥവാ വ്യവകലനം കുറയ്ക്കുക അതിന് B, ഗുണനം എന്നതിന് C ആയാൽ 20C 3A 6B 15ന്റെ വില എന്ത്? അപ്പൊ എന്താ ചെയ്യേണ്ടത്? 20C 3A 6B 15 ആണ്. അതില് A എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ആണ്. B എന്നത് മൈനസ് ആണ്. C എന്നത് ഗുണനമാണ്. അപ്പൊ ഈ Aക്കും Cക്കും Aക്കും Bക്കും പകരം ഈ ചിഹ്നം ഉപയോഗിച്ച് ഇതിനെ ആദ്യം മാറ്റി എഴുതുക. 20 Cക്ക് പകരം ഗുണനം, 3 Aക്ക് പകരം പ്ലസ്, പിന്നീട് 6 Bക്ക് പകരം വ്യവകലനം 15. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഗുണനം തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. 20 കൂടിക്കണം 3 60 പ്ലസ് 6 മൈനസ് 15. 60 പ്ലസ് 6 66 മൈനസ് 15 എത്ര വരും? 50. ഇതാണ് ഇതിന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരം.